ഓക്കെ ഫ്രണ്ട്സ്, കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഹാർഡ്വെയർ വാലറ്റ്, എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ വാലറ്റ് പ്രവർത്തിക്കുന്നത്, അതുപോലെ ട്രെസർ എന്ന കമ്പനിയുടെ മോഡൽ 1 എന്നുള്ള ഒരു ഡിവൈസിൽ എങ്ങനെയാണ് ഒരു ബിറ്റ് കോയിൻ വാലറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ആ രണ്ട് വീഡിയോസും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ച ബിറ്റ് കോയിൻ, നമ്മുടെ ബൈനാൻസിലോ അല്ലെങ്കിൽ മറ്റേത് എക്സ്ചേഞ്ചിലോ മറ്റേത് ഓൺലൈൻ വാലറ്റിലോ ഉള്ള ബിറ്റ് കോയിൻ എങ്ങനെയാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലോട്ട് അയക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. ദിസ് ഈസ് സുബൈർ. ക്രിപ്റ്റോ കറൻസി അതുപോലെ ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഈസി ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സമയം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ ഡിവൈസ് ലാപ്പിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ബിറ്റ് കോയിൻ ഇതിലൂടെ മാറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിവൈസ് ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ലാപ്പുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ trezor.io എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം ഈ ഗെറ്റ് യുവർ ട്രെസർ എന്നുള്ളതിന് താഴെയുള്ള ഐ ഓൾറെഡി ഓൺ ട്രെസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും നമ്മുടെ ഡിവൈസ് ചൂസ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ കയ്യിലുള്ള ട്രെസർ 1 ആണ്. ട്രെസർ 1 സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു വാലറ്റ് കൊടുക്കുക. കണ്ടിന്യൂ ടു വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൻ്റെ പിൻ കോഡ്, നമ്മുടെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരും, കീപാഡ് കാണിക്കും. സോ പാസ്വേഡ് അടിച്ചിട്ട് നമ്മുടെ വാലറ്റ് അൺലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മളിവിടെ ബിറ്റ് കോയിൻ വാലറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ബിറ്റ് കോയിൻ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ വാലറ്റ് തന്നെ ചൂസ് ചെയ്താൽ മതി. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ബിറ്റ് കോയിൻ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ് കോയിൻ ക്യാഷ് വാലറ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും കോയിൻ ആണെന്നുണ്ടെങ്കിൽ അതാത് വാലറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യുക. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈനാൻസിൽ നിന്നും ബിറ്റ് കോയിൻ ട്രെസറിലോട്ടാണ്. അതായത് ഞാൻ എപ്പോഴും ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ മാത്രമല്ല ട്രേഡ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബൈനാൻസ് ആണ്. സോ നിങ്ങൾക്ക് ബൈനാൻസിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, എൻ്റെ റെഫറൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ പോയിട്ട് അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫീസിലുള്ള 25% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫീസ് ഈ ഒരു റെഫറൽ ലിങ്ക് ഇല്ലാതെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 25% ഫീ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. നമുക്ക് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനും വാങ്ങിക്കാനും സ്റ്റേക്കിങ്ങും ഒരുപാട് ഓപ്ഷൻസ് ബൈനാൻസിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ്, ഏറ്റവും കൂടുതൽ വോളിയുള്ള എക്സ്ചേഞ്ചാണ് ബൈനാൻസ്. ഓക്കെ, സോ റീസെൻ്റ്ലി ഇന്നലെ പിന്നെ ഞാൻ നല്ല ബിറ്റ് കോയിൻ പ്രൈസ് കുറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് മുഴുവനും ട്രെസറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ നമ്മൾ ബൈനാൻസിൽ പോയി കഴിഞ്ഞാൽ സോ ബൈനാൻസിൽ നമ്മൾ ഫിയറ്റ് ആൻഡ് സ്പോട്ട് എന്നുള്ള അതിൽ പോയി നോക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാണും. സോ ഞാനിവിടെ ഒരു 0.1 ബിറ്റ് കോയിൻ വാങ്ങിയിട്ടുണ്ട്, അതായത് 10 മില്യൺ സതോഷി. സോ നമ്മുടെ ടോട്ടൽ ബാലൻസ് സ്പോട്ട് ബാലൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 0.10194372 BTC. ഓക്കെ, അതായത് $3311.46 ബിറ്റ് കോയിൻ. ഓക്കെ, സോ ഞാനിത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേറൊരാൾക്ക് അയക്കണം, അതായത് ഇപ്പോൾ എൻ്റെ ബിറ്റ് കോയിൻ വാലറ്റിലോട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ പബ്ലിക് കീ അഡ്രസ്സ് വേണം അല്ലേ. സോ ഞാനിവിടെ ബിറ്റ് കോയിൻ വാലറ്റിൽ ഇപ്പോൾ എൻ്റെ ട്രെസറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 0 ബാലൻസ് ആണ്, 0.00 BTC ആണ്. സോ ഞാനിവിടെ റിസീവ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു. സോ റിസീവ് ഉള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ പബ്ലിക് അഡ്രസ്സ്. ഓക്കെ, സോ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. സോ അതൊരു പബ്ലിക് അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ അത് നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. സോ അതിലോട്ട് പൈസ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പബ്ലിക് അഡ്രസ്സാണ് ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഞാൻ എൻ്റെ ഡിവൈസ് ഡിസ്കണക്ട് എന്ന് കാണിക്കുന്നത്. സോ ഞാൻ ഒന്നും കൂടി റീകണക്ട് ചെയ്യുകയാണ്. USB കേബിൾ ഇളകിയിട്ട് തോന്നുന്നു. ഓക്കെ, സോ ഞാൻ വീണ്ടും അൺലോക്ക് ചെയ്യാണ്. 3
ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വാലറ്റ് ഇതാണ് എൻ്റെ പബ്ലിക് അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഈ അഡ്രസ്സ് ഈ അഡ്രസ്സിലോട്ടാണ് എനിക്ക് ബൈനാൻസിൽ നിന്ന് ബിറ്റ് കോയിൻ അയക്കേണ്ടത് അല്ലേ. സോ എനിക്കിവിടെ ഷോ ഫുൾ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു അഡ്രസ്സ് എൻ്റെ ഡിവൈസിൽ കാണിക്കുന്നുണ്ട്. അഡ്രസ്സ് നമ്മുടെ ലാപ്ടോപ്പിൽ കാണിക്കുന്ന അഡ്രസ്സ് തന്നെയാണോ ട്രെസറിലും കാണിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ ഡിവൈസ് പറയുന്നുണ്ട്. സോ ഞാനിവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്കിവിടെ അതിൻ്റെ QR കോഡ് കാര്യങ്ങളെല്ലാം കാണും. സോ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഈ ഒരു പബ്ലിക് അഡ്രസ്സ് കോപ്പി ചെയ്യുകയാണ്. സോ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ബൈനാൻസിൽ പോകുന്നു. ബൈനാൻസിൽ പോയതിന് ശേഷം ബിറ്റ് കോയിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഡെപ്പോസിറ്റ്, വിഡ്രോ എന്ന് പറഞ്ഞിട്ട്. സോ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വിഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ വേറൊരു അഡ്രസ്സിലോട്ട് വിഡ്രോ ചെയ്യുകയാണ്. സോ ഞാൻ വിഡ്രോ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ എനിക്ക് ഇവിടെ ഓപ്ഷൻ വരും. സോ ഏതാണ് കോയിൻ ബിറ്റ് കോയിൻ ആണെന്ന്, ഇപ്പോൾ വേറെ ഏതെങ്കിലും കോയിനാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോ നമുക്കിവിടെ ബിറ്റ് കോയിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഏത് അഡ്രസ്സിലോട്ട് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? നമ്മുടെ ട്രെസറിൻ്റെ പബ്ലിക് അഡ്രസ്സിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഞാൻ ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സോ നെറ്റ്വർക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നു. വാലറ്റ് അഡ്രസ് ഓട്ടോമാറ്റിക്കലി മാച്ച് ടു കറസ്പോണ്ടിങ് നെറ്റ്വർക്ക് എന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ടോട്ടൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവൈലബിൾ ബാലൻസ് 10 മില്യൺ സതോഷി എന്ന് കാണിക്കുന്നുണ്ട്. സോ ഞാൻ കംപ്ലീറ്റ് എമൗണ്ടും വിഡ്രോ ചെയ്യണം. സോ ഞാൻ മാക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സോ താഴെ ഇവിടെ നമുക്ക് കാണിക്കും. സോ 1.10194,120 BTC സെൻഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ട്രെസറിൽ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് 0.10137120 എമൗണ്ടാണ്. അതായത് ബൈനാൻസ് 0.0057 BTC നെറ്റ്വർക്ക് ഫീ ആയിട്ട് അവർ ഡിഡക്റ്റ് ആക്കും. സോ ആ ഒരു 0.57 BTC എന്ന് പറയുന്നത് 0.00057 BTC എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.0057 ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 33,000 ആണ്. 33,000 ഏകദേശം ഒരു $18 ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ വിഡ്രോ കൊടുക്കുകയാണ്. സോ വിഡ്രോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യാൻ ഒന്നും കൂടി ചോദിക്കും. സോ നമ്മൾ ഈ ഒരു അഡ്രസ്സിലോട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. സോ 334 L1P KMD ലാസ്റ്റ് എൻ്റെ ചെയ്യുന്ന. സോ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, സോ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമുക്ക് കാണിക്കും. അതായത് ഇമെയിലിലോട്ടും ഫോണിലോട്ടും 2 OTP പോവും. സോ അത് നമ്മളിവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഫോണിലുള്ള വെരിഫിക്കേഷൻ 830825. ഓക്കെ, സോ ഇമെയിലുള്ള വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 315645. ഓക്കെ, ഞാൻ 2 OTPയും ഇവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വിഡ്രോവൽ റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ കംപ്ലീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് പറഞ്ഞാൽ ബൈനാൻസിൻ്റെ കയ്യിലുള്ള ബിറ്റ് കോയിൻ അതൊരു അതായത് നമ്മൾ ഈ ട്രെസറിലോട്ട് വിഡ്രോ ചെയ്ത ആ ഒരു പബ്ലിക് അഡ്രസ്സിലോട്ട് എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം അതൊരു ട്രാൻസാക്ഷൻ ആക്കി, അതൊരു ഹാഷ് ആക്കി ഈ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഈ ഒരു ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൻ്റെ ബിറ്റ് കോയിൻ നോഡുകൾക്കിടയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ അതിവിടെ ഈ ഒരു മെംപൂളിൽ വന്ന് കിടക്കും. ഇങ്ങനെ ഒരു അൺകൺഫേംഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കിടക്കും. അങ്ങനെ അടുത്ത മൈനേഴ്സ് ഈ ഒരു ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതൊരു ബ്ലോക്കിന് അകത്ത് ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതൊരു വെരിഫൈഡ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസായി മാറുകയും ആ ബിറ്റ് കോയിൻ നമ്മുടെ ട്രെസർ എന്ന നമ്മുടെ വാലറ്റിലോട്ട് വരികയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ബൈനാൻസ്. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് ഫൈനലി ഈ ഒരു ബാലൻസ് നമ്മുടെ ട്രെസറിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബൈനാൻസിൽ നിന്ന് അയച്ച ബിറ്റ് കോയിൻ ഫൈനലി കൺഫേം ആയിരിക്കുകയാണ്. സോ ട്രാൻസാക്ഷൻ നമ്മൾ ഈ ഒരു വാലറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫൈനൽ ബാലൻസ് എന്ന് പറയുന്നത് 0.10137110 ബിറ്റ് കോയിൻ നമ്മുടെ ബാലൻസ് നമ്മുടെ BTC വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ട്രെസറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. $0.101371 BTC, അതായത് $3292 വർത്ത് ഓഫ് BTC നമ്മുടെ വാലറ്റിൽ കയറി. ഓക്കെ, സോ ഈ ഒരു വാലറ്റിലകത്ത് BTC ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. സോ ഈ ഒരു വാലറ്റിനകത്തുള്ള ബിറ്റ്കോയിൻ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, സോ എനി വൺ ക്യാൻ ചെക്ക് ദിസ് ബിറ്റ്കോയിൻ. ഓക്കെ, ഈ ഏതൊക്കെ വാലറ്റിൽ എത്രയൊക്കെ ബിറ്റ്കോയിൻ ഉണ്ടെന്ന് നമുക്ക് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബിറ്റ്കോയിൻ എൻ്റെ ആണെന്ന് ആർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു പബ്ലിക് അഡ്രസ്സിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ആരുടെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിൽ മാത്രമുള്ള കാരണം കൊണ്ട് ഇതൊരു വേറൊരാൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കണം, സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഡിവൈസിനകത്തുള്ള പ്രൈവറ്റ് കീ ആവശ്യമുണ്ട്. സോ ആ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ സൈൻ ചെയ്താൽ മാത്രമേ ഇതെനിക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് വേറെ ആർക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നത് കണ്ടാലും അല്ലെങ്കിൽ ഈ ഒരു വാലറ്റിൽ ബാലൻസ് ഉള്ളത് കണ്ടാലും വേറെ ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമാണ് ഇത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും എല്ലാം കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.